ത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വമുണ്ടാകുമാറാകട്ടെ. ആമേൻ. അതിന്റെ 25-ാമത്തെ വാക്യത്തിന്റെ അവസാനവും 26-ാം വാക്യത്തിന്റെ തുടക്കത്തിലും നാം കാണുന്ന ഭാഗം പൗലോസ് സഭയെ ആശീർവദിച്ചുകൊണ്ട് പറയുകയാണ്, ഏകജ്ഞാനിയായ എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് സ്ഥിരപ്പെടുത്തുവാൻ എന്ന ആത്മാവിൽ സ്തോത്രം ചെയ്തുകൊണ്ട് പറ, എന്നെ സ്ഥിരപ്പെടുത്തുവാൻ. നിങ്ങൾക്ക് ദൂതന്നാണെന്ന് മനസ്സിലാകാതെ നിങ്ങളെ സ്ഥിരപ്പെടുത്തുക. ഇത് ഇത്തരം ഭാഗം 24-നകത്തു നിന്ന് 25 കയറി ഏകദേശം താഴെ വരെയുള്ള വാക്യങ്ങൾ ആശീർവാദമായി താൻ പറയാൻ ആഗ്രഹിക്കുമ്പോൾ പറയുന്ന വാക്ക്, നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം സ്തോത്രം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്നെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവം നമ്മളെ സ്ഥിരപ്പെടുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം നിന്റെ ജോലിയിൽ നിന്നെ സ്ഥിരപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവം നിന്റെ ഫിനാൻഷ്യൽ മേഖലകളിൽ സ്ഥിരപ്പെടുത്തുന്ന ദൈവമാണ്. Hallelujah. The God of Hallelujah. The God is Alpha and Omega. Hallelujah. അവൻ ആദ്യനുമാണ്, അവൻ ആൽഫയാണ്, ഒമേഗയാണ്. ദ ഗോഡ് ഓഫ് ആൽഫ ആൻഡ് ഒമേഗ. എൻ്റെ ദൈവം എന്ന് പറയുന്നത് അവൻ തന്നെയാണ് ആദ്യവും അവൻ തന്നെയാണ് അവസാനവും. ഹല്ലേലൂയ. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് പകല് ഞാൻ ആ വാക്കിനെ വിശദീകരിക്കുന്നത് അവനായി തുടങ്ങുകയും അവനാൽ തുടരുകയും ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ദൈവവചനം വായിക്കുന്നതും ദൈവവചനം കേൾക്കുന്നത് ഒരു പ്രത്യേക സ്പിരിറ്റാണ്. ആമേൻ. ഹല്ലേലൂയ. ആ വചനം എൻ്റെ അകത്തേക്ക് ഇങ്ങനെ വന്ന് തട്ടാൻ നേരത്ത് എനിക്ക് വെറുതെ ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഹല്ലേലൂയ. നിങ്ങളൊരു ഭ്രാന്തൻ എന്ന് വിളിച്ചാൽ പോലും ഞാൻ ചാടും. ആമേൻ. പലപ്പോഴും ഞാൻ ഓടി നടക്കാറുണ്ട് വചനകത്ത് വെളിപ്പെടാൻ നേരത്ത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളത്തിൽ വന്ന് തട്ടുന്ന വചനം നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയാണ് വിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അതിനോട് പ്രതികരിക്കാൻ തയ്യാറുള്ള ഒരു പന്ത് പ്രതലത്തിൽ തട്ടി തെറിക്കുന്നത് പോലെ ദൈവവചനം നിങ്ങളുടെ മേൽ വന്ന് തട്ടുമ്പോൾ നിങ്ങളിലുള്ള സകല പ്രശ്നങ്ങളും ഒന്ന് തെറിച്ചിട്ട് അതിനേക്കാൾ ശക്തമായി നിങ്ങൾ ആത്മാവിൽ തെറിക്കാൻ തയ്യാറാകണം. ആമേൻ. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മളെ സ്ഥിരപ്പെടുത്തുന്ന ദൈവമാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ദൈവം നിങ്ങളെ സ്ഥിരപ്പെടുത്തുന്ന വർഷത്തിനകത്താണ് നിർത്തിയിരിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾ കയ്യിൽ നിന്ന് അകലെ എത്തിപ്പിടിക്കാൻ നോക്കിയിട്ടും കഴിയാതെ വണ്ണം അകന്നുപോയതിനെയൊക്കെ നിന്റെ കരത്തിൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ദൈവം നിന്റെ കരത്തിൽ തരാൻ പോകുന്ന ഒരു വർഷത്തിനകത്താണെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാണ്. അത് വ്യക്തിപരമായി നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഇതൊരു പ്രവചന ശബ്ദം കൂടിയാണ്. ഹല്ലേലൂയ. പൗലോസ് സഭകളെ നോക്കി പലപ്പോഴും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും തൻ്റെ യാത്രകൾ കൊണ്ടും തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും തൻ്റെ സാന്നിധ്യം കൊണ്ടും ആഗ്രഹിച്ച കാര്യമാണ് സഭകൾക്കകത്ത് ഒരു സ്ഥിരീകരണം വരണം, ഉറപ്പിക്കപ്പെടൽ സംഭവിക്കണം. ഹല്ലേലൂയ. ആഞ്ഞ് ഉലയാൻ പറ്റുന്ന സാഹചര്യങ്ങൾ സഭയുടെ പുറത്ത് നിന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ ആത്മജ്ഞാനം പ്രാപിച്ച അഭിഷിദ്ധൻ ആ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ സഭകൾക്ക് വേണ്ടി സന്ദർശിക്കുകയും ആ സഭകളിൽ പോയി അവരെ ഉറപ്പിക്കുകയും ചെയ്തു. എന്തിനാ? സഭ ഒന്ന് ഉറക്കപ്പെട്ടേ പറ്റുകയുള്ളൂ. ഇന്ന് ഞാൻ ആത്മാവിൽ പറയുന്ന മുണ്ടക്കയത്തെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ ഉണർവുകൾ പട്ടണങ്ങളുടെ മേൽ ആവസിക്കുന്ന സമയങ്ങൾക്കകത്തേക്ക് ദൈവത്തിന്റെ സമയമെത്തിയത് കൊണ്ട് നിങ്ങൾ ഇനി അനങ്ങാതെ ഇരിക്കാത്ത രീതിയിൽ ദൈവത്തിന്റെ ഒരു നിർബന്ധം നിങ്ങളുടെ മേൽ ആത്മാവ് നൽകി തരുവാനിടയായി തീരും. ഞാൻ പറഞ്ഞു എന്നറിയത്തില്ല,
എൻ്റെ സൂമിൽ കയറുന്ന, ഞാൻ നടത്തുന്ന വ്യാഴാഴ്ചകളിൽ സൂമിൽ കയറുന്ന അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ 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 വീട്ടിൽ ചർച്ചൊന്നുമില്ല, ആ ദേശത്ത് ചർച്ചുമില്ല. പക്ഷേ ഞാൻ ഇവിടുന്ന് ചെന്നപ്പോഴേ ആഗ്രഹിച്ച ഒറ്റ കാര്യം ഇതായിരുന്നു, അവരുടെ ദേശത്ത് ഞാനൊന്ന് ചെല്ലണം. ഞാൻ ആത്മാവിൽ ഇങ്ങനെ പറഞ്ഞു, വരാമെന്ന് പറഞ്ഞു. ഈ സമയങ്ങളും അതിൻ്റെ ഷെഡ്യൂളുകളും വെച്ച് പാസ്റ്ററുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ പോകാൻ സമയമില്ല. ഞാൻ പാസ്റ്ററോട് റിക്വസ്റ്റ് ചെയ്ത്, എന്നോട് 3 തവണയായി പറഞ്ഞിട്ടുണ്ട് അവിടം വരെ പോകാൻ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പോകാൻ മടി കാണിച്ചതിന് പിന്നിലെ കാര്യം, അതിന് തലേ പ്രാവശ്യം അവരവിടെ ചെന്നപ്പോൾ നാട്ടുകാരെല്ലാം അവിടെ നല്ല പുതുക്കി വെച്ച് കൊടുത്ത് വിട്ടു. അതുകൊണ്ട് പോകാൻ ഒരു മടിയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് എന്നെ തല്ലി വിളിക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഇത് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണങ്ങൾ ചോദിച്ചപ്പോഴാണ് കൃത്യമായി മനസ്സിലാക്കിയത്. ഹല്ലേലൂയ. ഞാൻ ഇത് പറഞ്ഞോന്നറിയില്ല, ഇവർ രണ്ടുപേരും, അഥവാ ഒരു ചേടിച്ചി അനീതിയാണ്, ചേടിച്ചിയുടെ വിവാഹം കഴിഞ്ഞു. ഇവർ രണ്ടുപേരും മാത്രമാണ് ആ ഗ്രാമത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നത്. സൊനാലി എന്ന് പറയുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. അതിനകത്തുള്ളൊരു ഗ്രാമമാണ്. ഹല്ലേലൂയ. ആ സ്ഥലത്ത് ആ ഗ്രാമത്തിനകത്ത് ഒരുപാട് കുടുംബങ്ങളുണ്ട്, പാവപ്പെട്ട കുടുംബങ്ങളാണ്. ഹല്ലേലൂയ. അവർ എല്ലാവരും ഹല്ലേലൂയ ഹിന്ദു ആചാരപ്രകാരം നിൽക്കുന്നവരാണ്. അവരുടെ അകത്ത് ആരാധിക്കുന്നവരായി വന്നിരിക്കുന്നത് ഈ 2 പെൺകുട്ടികളാണ്. ഇവരെല്ലാ വീടുകളിലും പോകും, പ്രായമുള്ളവരെ കാണില്ല, കുഞ്ഞുങ്ങളെല്ലാം പൊക്കും. അവരെല്ലാം ഓരോ പാട്ടുകൾ പഠിപ്പിക്കുകയും ആ പാട്ടുകളിലൂടെ യേശുവിനെ കൊടുക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ആദ്യമൊക്കെ ആർക്കും ഒന്നും മനസ്സിലായില്ല ഇവരെന്നാ ചെയ്യുന്നെന്ന്. പിന്നീട് മനസ്സിലായത്, പിള്ളേരെല്ലാം വീട്ടിൽ യേശു എന്നൊക്കെ പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. അറിയാതെ അത് വലിയ പ്രശ്നമായി. അവരുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പിള്ളേർക്ക് വ്യത്യാസം ഉണ്ടാകുന്നത് അവർ മനസ്സിലാക്കുന്നില്ല. ഹല്ലേലൂയ. ഇവർ യേശുവുമായ ഒരു വലിയ ബന്ധത്തിലേക്ക്, കുഞ്ഞുങ്ങൾ ബന്ധത്തിലേക്ക് എത്തുന്നത് വരെ അവർക്ക് അവിടെ ശുശ്രൂഷിക്കാൻ അവസരം കിട്ടി. ഹല്ലേലൂയ. ആ കുഞ്ഞുങ്ങൾക്ക് വലിയതായിട്ടൊന്നും അറിയത്തില്ല. അതിന്റെ ഫലമായി ആ 2 പെൺകുട്ടികളെയും ആ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കി. ഹല്ലേലൂയ. ചില ദിവസങ്ങൾ ഹല്ലേലൂയ കഴിഞ്ഞപ്പോൾ ആ മൂത്ത പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. അവരുടെ ഭവനത്തിൽ ഇവർ രണ്ടുപേരുടെ, അജിത് പാസ്റ്റർ വീട്ടിലായിരുന്നു അതുവരെ. ഞാൻ ആദ്യം ചെല്ലുമ്പോൾ ഇവർ രണ്ടുപേരും വീട്ടിലുണ്ട്. അപ്പൊ എനിക്ക് അറിയത്തില്ല ഇതെന്നാ സംഭവം എന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ പാസ്റ്റർ നേതൃത്വത്തിൽ വേറൊരു അജിത്ത് എന്ന് പറഞ്ഞൊരു അദ്ദേഹത്തെ ഒരു പാസ്റ്ററാണ്. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞു. ആ മൂത്ത പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു. അവിടെയാണ് അവർ താമസിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ആയിരുന്നപ്പോൾ ഇവളുടെ അമ്മയ്ക്ക് പാരലൈസ് ആയി. ഒരു സൈഡ് പാരലൈസ് ആയതിന്റെ ഭാഗമായിട്ട് നോക്കാൻ ആളില്ലാതെ വന്നപ്പം ഇവര് ഗ്രാമത്തലവനെ പോയി കണ്ട്, അങ്ങനെ അവരുടെ അനുവാദത്താല് ഈ ഇളയ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നു. ഇവള് വന്ന് 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ അമ്മയുടെ രോഗം മാറി. പക്ഷെ ഇവളുടെ പരിപാടി അങ്ങ് തുടർന്നു. ഇടയ്ക്ക് നന്നായിട്ട് അടിയൊക്കെ കിട്ടും, അതൊന്നും കുഴപ്പമല്ല. എന്നോട് പറയും, മിക്ക ദിവസങ്ങളിലും ചെറിയ തോതിലൊക്കെ അടി കിട്ടാറുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആ സ്ഥലത്തേക്ക് കഴിഞ്ഞ ഇതിന് മുമ്പത്തെ വ്യാഴാഴ്ച രാത്രി 4:30 മുതൽ 9 മണി വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആമേൻ. അവരവിടെ പാസ്റ്റർ പറഞ്ഞു, അധികം തല്ലു കൊള്ളാതെ ഞാൻ സൂക്ഷിച്ചോളാം, ഓടി വണ്ടി കയറിയാൽ മതി, ഇങ്ങനെ പറഞ്ഞാ പോകുന്നേ. ഞാൻ പറഞ്ഞു, അടിയൊന്നും കൊള്ളത്തില്ല, നമുക്ക് പോകാം. ഞാൻ അവിടെ പ്രസംഗിച്ചൊന്നുമില്ല. കുഞ്ഞു പിള്ളേർ അവർ തന്നെ ഞാൻ ഈ വെളിപ്പാടൊക്കെ പറഞ്ഞ് അവർക്ക് എണ്ണ കിട്ടാനാ. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. ഞാൻ അവരൊരു പാട്ട് പഠിപ്പിച്ചു. ആ പാട്ട് ഇങ്ങനെയായിരുന്നു. പാട്ട് ഞാൻ പറയാം. പാസ്റ്ററാണ് കൂടുതൽ അവരോട് സംസാരിച്ചത്. പക്ഷെ ഞാൻ കണ്ട് ആ കുഞ്ഞുങ്ങൾക്കകത്തൂടെ ദൈവാത്മാവിന്റെ ഇടപെടൽ വെളിപ്പെടുന്നത് ഞാൻ കണ്ടു. നല്ലതായിട്ട് വസ്ത്രമുള്ളവരല്ല, നല്ല വീടുള്ളവരല്ല, നല്ല ആഹാരമുള്ളവരല്ല, ഒന്നും ഉള്ളവരല്ല. ഞാൻ നോക്കുമ്പം ഞാൻ കൂടുതൽ ആ പെൺകുച്ചിനെയാണ് നോക്കിയത്. അവിടെ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ചെന്നപ്പം ഒരു കണ്ണിൽ കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവളുടെ ആഗ്രഹമാണ്, ഒരു അഭിഷിക്തൻ ദേശത്ത് വന്നാൽ എൻ്റെ ദേശത്തിനൊരു വ്യത്യാസം ഉണ്ടാകും. ഇങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട്. നമുക്കെന്താ കുഴപ്പം? അവിടെ ആഗ്രഹം അവിടെ യേശുവിനാൽ പിടിക്കപ്പെടണം. ഇങ്ങനെ ആഗ്രഹിക്കുന്നത്രയുണ്ട്. 21 വയസ്സുണ്ടോന്ന് അറിയത്തില്ല കൊച്ചിന്. 21 വർഷം. അവൾ കഴിഞ്ഞ എന്നോട് അജിത് പാസ് പറഞ്ഞ കഴിഞ്ഞ 1-2 മാസം അവൾ കഷ്ടപ്പെട്ടിട്ട് എനിക്കൊരു ഷർട്ട് അവൾ മേടിച്ചു തന്നു. ഞാനത് മേടിച്ചിട്ട് എനിക്ക് സങ്കടം വന്നിട്ടാണോ
ഞാൻ അവളിങ്ങനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ നിൽക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, ഇങ്ങനെയൊക്കെ നിൽക്കുന്നവരുണ്ട്. എന്താണെന്നറിയോ? ആ പട്ടണം, അവരുടെ ഗ്രാമം യേശുവിന് വേണ്ടി അറിയണം. ഞാൻ എന്തിനാ ഇവിടെ പറഞ്ഞത്? ഹല്ലേലൂയ, സുവിശേഷത്തിന്റെ വലിയൊരു ശക്തി ദേശങ്ങളിൽ സംഭവിക്കപ്പെടാൻ പോവുകയാണ്. ഞാൻ അവിടെ നിന്ന് ആത്മാവിൽ പ്രവചിച്ചിട്ടാണ് പോകുന്നത്. ഞാനിവിടെ പ്രസംഗിക്കും. ഈ ഗ്രാമത്തെ ദൈവം എടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അടുത്ത പ്രാവശ്യങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ വലിയ ക്രൂസൈഡുകൾ നടക്കാൻ പോകുകയാണ്. നിങ്ങൾക്കറിയാമോ, നമ്മളിവിടെ മീറ്റിംഗ് വെച്ച ആൾ വരത്തില്ല. ഈ 18-ാം തീയതി അവിടെ ഒരു വലിയ കൺവെൻഷൻ നടക്കുന്നുണ്ട്. പാസ്റ്ററോട് ചോദിച്ചു, ചുമ്മാ ഞാൻ ചോദിച്ചു എത്ര പേര് കൂടും? പുള്ളി എന്നോട് പറഞ്ഞ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഏറ്റവും കുറഞ്ഞത് 4000 പേര് അവിടെ കൂടും. ഞാൻ പറയും, ഇത് ചർച്ചിലല്ലോ, ചർച്ച് വേണ്ട, ഒരു സിസ്റ്റം വെച്ചാൽ മതി, ആള് തന്നെ വന്നോളൂ. ഹല്ലേലൂയ. ഇതൊക്കെ പണ്ട് കേരളത്തിൽ നടന്ന കാര്യങ്ങളാണ്. ഞാൻ ആത്മാവിൽ പറയുന്നു, വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദൈവപ്രവർത്തികളെ ഇന്ത്യൻ മണ്ണുകൾക്ക് അയക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ പഞ്ചാബിനെ നോക്കിക്കാണുന്നുണ്ട്. പഞ്ചാബി അറിയാത്തത് കൊണ്ട് മലയാളികൾ പഞ്ചാബിലോട്ട് കൈകയറ്റം കുറവാണ്. ഹല്ലേലൂയ. പക്ഷെ പഞ്ചാബിനകത്ത് ഉണർവ് നിങ്ങൾ സ്വപ്നം കാണുന്നതിനേക്കാൾ അപ്പുറമാണ്. കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ദൈവം ചിലതിന് ഉറപ്പിക്കാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ സഭയെ നോക്കി ഒന്നാമത്തെ ദൂത്, ഒന്നാമത്തെ പ്രവചന ശബ്ദം, 2025 ഒന്നാമത്തെ പ്രവചന ശബ്ദം ആത്മാവിൽ സഭാരാധനയിൽ കൈമാറിയുന്നു. ഇതൊരു ഉറപ്പിക്കപ്പെടലിന്റെ വർഷത്തിനകത്താണ് നിൽക്കുന്നത്. നീ കണ്ണുകൊണ്ട് കേട്ടത്, കണ്ണുകൊണ്ട് കണ്ടത്, കാതുകൊണ്ട് കേട്ടതെല്ലാം നിവർത്തീകരിക്കപ്പെടുന്നു. ഇരുകരങ്ങളും അടിച്ച് സന്തോഷത്തോടെ ഹൃദയം തുറന്ന് ആ ദൂതിനെ ആത്മാവിലൊന്ന് സ്വീകരിച്ചോ. ഹല്ലേലൂയ. വചനത്തിനകത്തേക്ക് വരികയാണ്. ഞാൻ ആദ്യത്തെ 24-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് നിൽക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇതിനേക്കാൾ നല്ലൊരു ഉപസംഹാരം പൗലോസിന് ഈ ലേഖനത്തിന് കൊടുക്കാനില്ല. സുവിശേഷത്തിന്റെ ശക്തിയാൽ ദൈവനീതി, വിശ്വാസം, ഹല്ലേലൂയ, ദൈവിക കൃപ, ദൈവിക സ്വാതന്ത്ര്യം, ഭയമില്ലാതെ ദൈവസന്നിധിയിലേക്ക് ഓടിയെടുക്കുക, അസാധാരണമായ ദൈവിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് ഹല്ലേലൂയ പ്രവചിക്കപ്പെട്ട ഒരു പുസ്തകമാണ് റോമാലേഖനം. ബൈബിളിനകത്ത് ബൈബിൾ എന്നറിയപ്പെടാൻ കഴിയുന്ന, മറ്റിതര പുസ്തകങ്ങൾക്കകത്ത് ആലേഖനം ചെയ്തിട്ടില്ലാത്ത, ഒരുപാട് വെളിപ്പാടുകൾ കൊണ്ടും ഒരുപാട് കരുത്തുറ്റ ഒരു മനസ്സിനെ ഒറ്റ വായനകൾ കൊണ്ട് തന്നെ ഉറപ്പിച്ചെടുക്കാൻ പറ്റുന്ന, മരണം ഉൾക്കൊള്ളുന്ന സകല വിഷയത്തിനും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ആത്മാവിൽ വെളിപ്പെടുത്തിയ പുസ്തകമാണ് റോമാലേഖനം. ആ ലേഖനത്തിന് ഇതിനേക്കാൾ നല്ലൊരു ഉപസംഹാരം കൊടുക്കുവാൻ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ലേഖനത്തിന്റെ അവസാന വാക്കുകൾക്കകത്ത് കെങ്ക്രയ സഭയിലെ അല്ലെങ്കിൽ ശുശ്രൂഷക്കാരിയായ ഭേബയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഭേബ ഒരു വലിയ സഹായിയാണ്. ഭേബ ഒരു സഹായിയാണ്. നമ്മുടെ വാഗ്ദത്ത വചനവും ദൈവം നമ്മളെ സഹായിക്കുമെന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹായിച്ചവളെ നോക്കി പറയാണ്, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അടുത്തത് നമുക്ക് കാണാൻ പറ്റുന്നത് അതിന്റെ 3-ാം വാക്യത്തിൽ കാണാൻ പറ്റും. പ്രിസ്കില്ലയെയും അക്കില്ലാസിനെയും കാണാൻ പറ്റും. പൗലോസിന്റെ ശുശ്രൂഷയ്ക്കകത്ത് പൗലോസ് അടികൊള്ളാതിരിക്കാൻ, പൗലോസ് ചാകാതിരിക്കാൻ, ഹല്ലേലൂയ, സ്വന്തം തല വെച്ച് കൊടുത്തവരാണ് ഇവര്. ഞാൻ ഇതെല്ലാം അടുത്ത ദിവസങ്ങളിൽ വിശദീകരിക്കാം. ഹല്ലേലൂയ. ഇങ്ങനെ എല്ലാവർക്കും നന്ദി പറഞ്ഞ് എല്ലാവരെയും ആശീർവാദം ചെയ്ത് കൂടെ നിൽക്കുന്നവർക്കെല്ലാം ഓരോ വാക്ക് നന്ദി പറയാൻ അവസരം കൊടുത്ത് അവസാന വാക്കുകൾ 24, 25, 26 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ താൻ ആദ്യം മുതൽ 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിന് ശേഷം ഹല്ലേലൂയ ഈ 15-ാം അധ്യായം വരെയുള്ള വിഷയങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് ഏറ്റവും ശക്തവും ഉക്തവുമായ ഒരു ഉപസംഹാരം ഈ പുസ്തകത്തിനും ഹല്ലേലൂയ കേൾക്കുന്ന ജനത്തിനും അഭിഷിക്തൻ കൈമാറുകയാണ്. അതിന്റെ 24-ാമത്തെ വാക്യം, പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടതുമായ കാര്യങ്ങൾ. ഒന്ന് എന്നോടൊപ്പം ചേർന്ന് പറയാമോ? ഇതിനകത്ത് ദൂതുകൾ മാത്രം പറഞ്ഞു വിടാൻ പോകുകയാണ്. മറഞ്ഞിരുന്നത് വെളിപ്പെടാൻ പോവുകയാണ്. മറഞ്ഞിരുന്നതെല്ലാം വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. കാലഘട്ടങ്ങൾക്കകത്ത് മറഞ്ഞിരുന്നതിനെ വെളിപ്പെടുത്താൻ ദൈവത്തിനൊരു പ്രത്യേക സമയമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ സമയത്തെക്കുറിച്ചാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൂത് ഞാൻ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. മറഞ്ഞു കടന്നതിനെ ദൈവം വെളിപ്പെടുത്താൻ പോവുക.
അടുത്തിരിക്കുന്ന ആളൊന്ന് കേൾക്കത്ത രീതിയിൽ ഒച്ചത്തിൽ പറഞ്ഞ് ഇന്നലെ വരെ മറഞ്ഞിരുന്നത് ഇനി മറഞ്ഞിരിക്കുകയില്ല, അത് വെളിപ്പെടും. ഹല്ലേലൂയ. നിന്റെ ഭാവി മറഞ്ഞിരിക്കുകയായിരുന്നെങ്കിൽ അത് വെളിപ്പെടുന്ന വർഷത്തിലാ. വെളിപ്പെടുത്തലുകാരനെ ബൈബിൾ പറയുന്നത് പരിശുദ്ധാത്മാവെന്നാണ്. ആമേൻ. വെളിപ്പെടുത്തലുകാരൻ പരിശുദ്ധാത്മാവാണ്. സ്വർഗാരോഹണം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോകുമ്പോൾ നിരാശരാകുന്ന ശിഷ്യന്മാർ ഉൾക്കൊള്ളുന്ന യേശുവിനെ പ്രതീക്ഷിച്ച ജനം മുഴുവൻ പോയവനെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ 2 ദൂതന്മാർ ആകാശത്ത് നിന്ന് താഴോട്ടിറങ്ങി വന്നിട്ട് പറയാണ്, ഹല്ലേലൂയ, ഗലീല പുരുഷന്മാരെ, ഹല്ലേലൂയ, ഉയരത്തിലേക്ക് കയറിപ്പോയവനെ ഓർത്ത് നീ ഭാരപ്പെടണ്ട, അവൻ പോയതുപോലെ ഇഞ്ഞു വന്നോളൂ. ആമേൻ. ഹല്ലേലൂയ. ആ വരവിന്റെ ഏറ്റവും എൻഡിൽ, ദ എൻഡ് ഓഫ് ദ ഏജിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ചിലത് പ്രത്യക്ഷപ്പെട്ടേ പറ്റുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യസ്ഥൻ ഉയരത്തിലേക്ക് കയറിപ്പോയപ്പോൾ, ഹല്ലേലൂയ, ആ വന്ന ദൂതന്മാര് പറയാ, നിങ്ങൾ ഭാരപ്പെട്ടു പോകണ്ട, മറ്റൊരു കാര്യസ്ഥൻ നിങ്ങളിലേക്ക് വരാൻ പോകുക. അതുകൊണ്ട് യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ പിതാവ് വാഗ്ദത്തം ചെയ്തതും പുത്രൻ മുഖാന്തരമായി നിങ്ങളോട് അരുളപ്പാടുണ്ടായതുമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. കാത്തിരുന്നാൽ അത് പുറത്തു വരും. കാത്തിരുന്നവർ മർക്കോസിന്റെ മാളിക മുറിയിൽ ഒരുമിച്ച് അവരവരുടെ കുറവുകൾ പരിഹരിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തെ മാത്രം കാത്തിരുന്ന സമയത്ത് പുറത്ത് ഉത്സവങ്ങൾ നടക്കുകയാണ്. ആരവാരങ്ങളും ഒത്തിരി പരിവാരങ്ങളും ഉള്ള ഉത്സവങ്ങൾ പുറത്ത് നടക്കുമ്പോൾ 120 പേര് ഒരുമിച്ച് കൂടി ദൈവത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഇരുന്നവരുടെ ഇടയിലേക്ക് ദൈവം തന്റെ ആത്മാവിനെ അയക്കുവാനിടയായി തീർന്നു. അന്ന് അവിടെ സഭ പുറത്തു വന്നു. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കണം. ഇന്ന് പകല് മറഞ്ഞിരുന്നതിനെ വെളിപ്പെടുത്തുവാൻ, കാലഘട്ടത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചതിനെ വെളിപ്പെടുത്തുവാൻ ദൈവം ഇറങ്ങി വന്നെങ്കിൽ നിങ്ങൾക്കും വേണ്ടി ഇറങ്ങി വരും. കാത്തിരിക്കുക. പ്രിൻസ് ഇവിടെ പ്രസംഗിച്ചത് ഞാൻ ഓർക്കുന്നു. കാത്തിരിക്കുക എന്ന ദൂത് നിങ്ങൾ എവിടെ നിന്ന് കേൾക്കുമ്പോൾ ഞാൻ ലൈവ് കേൾക്കുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ആർക്ക് ഒരിക്കലും നിങ്ങളെ തകർക്കാൻ കഴിയാത്ത രീതിയിൽ, പിടിച്ചു വെക്കാൻ കഴിയാത്ത രീതിയിൽ നീ ഉയർന്നു പൊങ്ങാൻ വേണ്ടി ദൈവം നിന്റെ കരങ്ങൾക്കകത്ത്, ചിറകുകൾക്കകത്ത് ഒളിപ്പിക്കപ്പെട്ട ശക്തി. പെന്തക്കോസുകാരെ കുറിച്ച് പൊതുവെ പറയുന്ന ഒരു പേരുണ്ട്, അവര് ശക്തിയുള്ളവരാ. ഹല്ലേലൂയ. അവര് സാധാരണക്കാരായിരിക്കും, പക്ഷെ അവർക്ക് എന്തോ ഉണ്ട്, അവരുടെ വാക്കിന് ശക്തിയുണ്ട്, അവരുടെ പ്രവർത്തിക്ക് ശക്തിയുണ്ട്, അവരുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് തള്ളിക്കളഞ്ഞവരെല്ലാം ഒരു പ്രശ്നം വരുമ്പോഴേ അവന്റെ അടുക്ക ചെന്നാ മതി. നിങ്ങൾക്കറിയത്തില്ലെങ്കിലും പുറത്തുള്ളവർക്കറിയാം. നിങ്ങളുടെ അകത്തിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയുടെ, നിങ്ങളുടെ വാക്കിന്റെ, നിങ്ങളുടെ വാചകങ്ങളുടെ, നിങ്ങളുടെ പറച്ചിലിന്റെ പിന്നിൽ ദൈവശക്തി ഉണ്ടെന്ന്. അവർക്കില്ലാത്ത എന്തോ ഒന്ന് നമുക്കുണ്ട്. അവന്റെ പേരാണ് നസ്രയനായ യേശു. ഇന്ന് പകല് ആ യേശുവിനെ കയ്യിലെടുത്ത പത്രോസ്, ഹല്ലേലൂയ, മുടന്തിയവനെ എഴുന്നേൽപ്പിച്ചതുപോലെ, തളർന്നവരെ എഴുന്നേൽപ്പിച്ചതുപോലെ ഒരു മിറക്കിൾ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി 25ന്റെ ആദ്യത്തെ ആഴ്ച മുതൽ തയ്യാറാകാൻ ഒരുക്കമുള്ളവരാണെങ്കിൽ അത് നിന്നിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഒന്ന് പറഞ്ഞാട്ടെ, മറഞ്ഞിരുന്നത് വെളിപ്പെടാൻ പോകുക. നമ്മുടെ വാക്ക് അതങ്ങനെ കടമെടുക്കട്ടെ. 24 വരെ മറഞ്ഞിരുന്നതിനെ 25ൽ വെളിപ്പെടുത്താൻ പോവുക. ഇപ്പോഴല്ലെങ്കിൽ ഞാൻ ഇനി എപ്പോഴാ അത് പറയുന്നത്? 24 വരെ മറഞ്ഞിരുന്നത് 25ൽ വെളിപ്പെടും. പറഞ്ഞിട്ട് ദൂത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. 3 ദൂതന്മാർ, ഹല്ലേലൂയ, ആ പട്ടണ വാതിൽ കടന്ന് അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് കയറുന്നതിന്റെ പിന്നിൽ ഒരു നിയോഗമുണ്ട്. ഹല്ലേലൂയ. അബ്രഹാമേ, നീ ഇനി കാത്തിരിക്കേണ്ടി വരത്തില്ല. അത് നിന്റെ ഉള്ളങ്ങൾക്കകത്ത് വ്യാപരിക്കാൻ പോകുകയാണ്. നീ പ്രാർത്ഥിച്ചതും ദൈവത്തിന്റെ ശബ്ദം കേട്ടതും ദൈവം പറഞ്ഞു കേട്ട്, ഹല്ലേലൂയ, ആ കനാൻ എന്ന ദേശത്ത് പോയി ദൈവത്തിന് വേണ്ടി നിലനിന്നതും നീതിയായി കണക്കിട്ടൊരു ദൈവമുണ്ട്. നീ ഇല്ലാതിരിക്കെ വിശ്വസിക്കാൻ തയ്യാറായില്ലേ? ഹല്ലേലൂയ. അവിശ്വാസം കൊണ്ട്, ഹല്ലേലൂയ, വിശ്വസിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ
ടെൻഷനോ അകത്തേക്ക് കയറിയപ്പോഴും വിശ്വാസം കൊണ്ട് വാക്ക് പറഞ്ഞ നിന്നെ ഞാൻ നീതീകരിക്കുന്ന ദൈവമാണ്. ഞാൻ ഒറ്റ വാക്ക് പറയുന്നു, ദൈവം തെളിയിക്കാൻ പോവുക. ദൈവം തെളിയിക്കാൻ പോവുക. നീ ആരാണെന്ന്, നിന്റെ ദൈവം ആരാണെന്ന് നിന്നിലൂടെ തെളിയിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചൊരു വാക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിനകത്ത് അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ദൈവം വായിച്ചിട്ടുള്ളവരാ, ആ ദൈവം മടി കാണിക്കുന്നില്ല. അങ്ങനെയല്ലേ? മടി കാണിക്കുന്നില്ല. അങ്ങനെയാണെന്നാ തോന്നുന്നത്. ഹല്ലേലൂയ. ഓർമ്മ വരുന്നത് കൊണ്ട് പറയാണ്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ഹല്ലേലൂയ എന്ന് പറഞ്ഞു തുടങ്ങിയത്. ഹല്ലേലൂയ. താഴോട്ട് പറയുന്ന ആ വിശ്വാസത്തിൽ വീരന്മാരായിരുന്ന ആ അവരുടെ പേരിൽ അറിയപ്പെടാൻ അവൻ മടി കാണിക്കുന്ന ദൈവമല്ല. ഇന്ന് പകൽ എത്ര പേര് നിങ്ങളുടെ പേരിനോടൊപ്പം അവന്റെ ദൈവം, ഹല്ലേലൂയ. ഇന്ന് പകൽ ജോസ്റ്റാ ചേർന്ന് പറ, ജോസ്റ്റാന്റെ ദൈവം എന്ന്, ഹല്ലേലൂയ, പട്ടണത്തിനകത്ത്, ഹല്ലേലൂയ, പുഞ്ചവയലിനകത്ത് പറയാൻ തക്കവണ്ണം ദൈവത്തിന്റെ ഒരു ഇടപാട് സംഭവിക്കാൻ പോവുക. ഇന്ന് പകൽ അതിനെ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ജോഷിയുടെ ദൈവമെന്നും മോനച്ചന്റെ ദൈവമെന്നും, ഹല്ലേലൂയ, ജോസിന്റെ ദൈവമെന്നും രാജുവിന്റെ ദൈവമെന്നും ജോർജിന്റെ ദൈവമെന്നും അവരുടെ ദൈവമെന്നും വിളിക്കപ്പെടുന്നതിൽ അവൻ മടി കാണിക്കുന്ന ദൈവമല്ല. നിന്റെ ജോലി സ്ഥലത്ത് നിനക്ക് ശുശ്രൂഷയുണ്ടെന്ന്, നിന്റെ ഷോപ്പിനകത്ത് നിനക്ക് ശുശ്രൂഷയുണ്ടെന്ന്. എന്താ ആ ജോലിയല്ല, കർത്താവിന്റെ വേലയുണ്ട്. കർത്താവിന്റെ വേലയുണ്ട്. നിന്റെ യാത്രകൾക്കകത്ത് ശുശ്രൂഷയുണ്ടെന്ന്, നിന്റെ പോക്കില് വരവില് യേശുവിനെ നിനക്ക് വെളിപ്പെടുത്തേണ്ടതുണ്ട്. മറഞ്ഞിരുന്നതിന് വെളിപ്പെടുത്താൻ നിന്റെ നാവ്, നിന്റെ വാക്ക്, നിന്റെ യാത്ര, നിന്റെ പ്രവൃത്തി, നിന്റെ ഉറക്കം വരെ ദൈവം ഉപയോഗിക്കും. ഇന്ന് പകല് ഇതിന്റെ ദൂതുകൾ മാത്രം പറഞ്ഞു വിടാം, ഒരു ആമുഖം മാത്രം വിട്ടുപോകാം. ഹല്ലേലൂയ. 9 ആശയങ്ങളെ പൂർവ്വകാലം മുതൽ, ഹല്ലേലൂയ, ഈ കൃപായുഗം വരെയുള്ള, ഹല്ലേലൂയ, സംഭവങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല. ആ സംഭവിക്കേണ്ട സംഭവങ്ങളുടെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചതും ഇടപെട്ടതുമായ 9 അനുഭവങ്ങളെ, 9 ആശയങ്ങളെ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് 24, 25, 26 വാക്യങ്ങൾക്കകത്തൂടെ താൻ തുറന്നു വിടുന്നത് ഈ ഉപസംഹാരത്തെ. ഒന്ന് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞു കിടന്നത്, ഇപ്പോൾ എന്ന വാക്ക് ഒരു പ്രസംഗ വിഷയം. ഇന്നത് ഞാൻ പ്രസംഗിക്കുന്നത് ഇപ്പോൾ എന്ന വാക്കാണ്. ഹല്ലേലൂയ. ഇപ്പോൾ വെളിപ്പെട്ടത്, ഹല്ലേലൂയ, നിത്യ ദൈവത്തിന്റെ നിയോഗം. ഇത് വലിയ ഒരു വിടുതലാണ്. നിത്യ ദൈവത്തിന്റെ നിയോഗം, ഹല്ലേലൂയ. അത് ആ വിശ്വാസത്തിന് അനുസരണമായി, ഹല്ലേലൂയ, നിത്യ നിയോഗത്തിന്റെ അനുസരണം, നിത്യ ദൈവത്തിന്റെ നിയോഗത്തിന്റെ അനുസരണം. ആ അനുസരണമായി പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ നമ്മെക്കുറിച്ച് എഴുതിയത്, ഹല്ലേലൂയ, എഴുതിയ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായ സുവിശേഷം. പ്രവാചകന്മാരിലൂടെ വെളിപ്പെട്ട എഴുത്തുകളിലൂടെ വെളിപ്പെട്ട അതേ കാര്യങ്ങൾ, അതിനായി തന്നെയുള്ള യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം. അവസാനം നമ്മൾ പറഞ്ഞത് സ്ഥിരീകരണം. ഇങ്ങനെ പറയുന്ന ഏകദേശം 8-9 ആശയങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വിശദീകരണം പറയുന്നത്. ഓരോന്നായി ഈ ആത്മാവിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കൊണ്ടുവരാം. ഇന്നല്ല, ഈ ആഴ്ചകളിൽ തുറന്നു കൊണ്ടുവരാം. പരിശുദ്ധാത്മാവായി സഹായിക്കട്ടെ. നമ്മൾ 24-ാമത്തെ വാക്കിനകത്ത് നിൽക്കുകയാണ്. ഹല്ലേലൂയ. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നത് ഇപ്പോൾ, ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, ഈ പ്രസംഗം ആരും മറക്കരുത്. പൂർവ്വകാലങ്ങളിൽ ഇപ്പോൾ വെളിപ്പെട്ടത്. ഇതിനെ ബൈബിൾ വിളിക്കുന്നത് മർമ്മവത. എന്താണ് മർമ്മം? മർമ്മം. ഹല്ലേലൂയ. പൗലോസ് കൊലോസി ലേഖനത്തിനകത്തും എഫീസി ലേഖനത്തിനും വ്യക്തമായി, ഹല്ലേലൂയ, 1-ാം അധ്യായത്തിനും 2-ാം അധ്യായത്തിനുമായിട്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതൊരു മർമ്മമാണ്. ഹല്ലേലൂയ. ഇതൊരു മർമ്മമാണ്. ഹല്ലേലൂയ. മർമ്മം എന്ന് പറയുന്നതിന്, ഹല്ലേലൂയ, നമ്മൾ ഇംഗ്ലീഷിൽ തപ്പിയ അത് മിസ്റ്ററി എന്ന, രഹസ്യം എന്ന വാക്കാണ് കിട്ടുന്നത്. മലയാളത്തിലാണ് മർമ്മം എന്ന് കിടക്കുന്നത്. ഇതൊരു രഹസ്യമായിരുന്നു. ഇതുവരെ ഒരു രഹസ്യമായിരുന്നു. ആരും കേട്ടിട്ടില്ല, ആരും അത് കണ്ടിട്ടില്ല, ആരും അത് മനസ്സിലാക്കിയിട്ടുമില്ല. പക്ഷെ ആരാഞ്ഞു നോക്കിയ പ്രവാചകന്മാർക്ക് അത് മനസ്സിലായി എന്ന് ഈ വാക്കുകളിൽ താഴെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. താഴോട്ട് പഠിക്കുമ്പോഴും ഇവിടെ ഒരു മർമ്മം വന്ന കണക്കുന്നത്, അല്ലെ? 25-ന്റെ താഴെ, ഹല്ലേലൂയ, വെളിപ്പാടിന് അനുസരണമായ എന്റെ സുവിശേഷം, വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും
വിശ്വാസത്തിന് അനുസരണമായി പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ അറിയിച്ചതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന്, ഇവിടെ അത് മർമ്മം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു മർമ്മമാണ്, ആരോടും പറയാത്ത മർമ്മം. അങ്ങനെ ചിലതുണ്ട്. ദൈവത്തിന് നിങ്ങളുമായി മാത്രം പങ്കുവെക്കാനുള്ള ചില മർമ്മങ്ങൾ. 11 അപ്പോസ്തലന്മാർക്ക് കിട്ടാത്ത, അല്ലെങ്കിൽ 12 അപ്പോസ്തലന്മാർക്ക് കിട്ടാത്ത ഒരു കാര്യം കണ്ടിട്ടില്ലാത്ത പൗലോസിന് കിട്ടിയപ്പോൾ പൗലോസ് എഫെസ്യ ലേഖനത്തിൽ വിളിച്ചു പറയുക, എനിക്കൊരു മർമ്മം വെളിവായി വരുന്നു. ഹല്ലേലൂയ. എനിക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ തിരിച്ചറിവിനെ കുറിച്ചുള്ള ബോധ്യത്തെക്കുറിച്ച് ഞാൻ മീതെ 1-ാം അധ്യായം എഫെസ്യ ലേഖനത്തിൽ ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ അത് വിശദീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആ മർമ്മത്തെക്കുറിച്ച് അറിയേണ്ടത് ആവശ്യകതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു രഹസ്യമാണ്. ഞാൻ ഓടുന്നില്ല, എനിക്കൊന്ന് അവിടെ നിൽക്കണം. ഇതൊരു രഹസ്യമാണ്. ചില രഹസ്യങ്ങളെ നീയുമായി പങ്കുവെക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു വെളിപ്പെടുത്തൽ മാത്രമല്ല, ഇത് വെളിപ്പെടാൻ പോവുകയാണ്. ആമേൻ, ഹല്ലേലൂയ. നീ ആരും അറിയാത്ത രീതിയിൽ ഈ വെളിപ്പാടിന്റെ ഇൻഫർമേഷൻ നിന്റെ കാതുകളിലാണ് ആദ്യം പറയുന്നതെങ്കിൽ ദേശം കാണത്തക്ക രീതിയിൽ അതിനെ ദൈവം റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 24 വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിന്റെ കാതിൽ വന്ന് അശരീരി പോലെ പറഞ്ഞ വാഗ്ദത്തത്തെ ദൈവം ആൾക്കാരാണ് വെളിപ്പെടുത്തുന്നത് പോലെ ദൈവം നാളുകൾക്ക് മുമ്പ് നിന്റെ കാതിൽ പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ രഹസ്യങ്ങളെ ദൈവം റിവീൽ ചെയ്യാൻ പോവാ. നിങ്ങളെ ഇളക്കാൻ വേണ്ടി പറയല്ല, ഈ വാക്ക് എന്റെ പരിശുദ്ധാത്മാവ് എന്റെ അകത്തിട്ടതാ. വായിച്ചു ഞാൻ അങ്ങോട്ട് എത്തുമായിരുന്നില്ല, ഈ വചനം എന്നിലേക്ക് എത്തുമായിരുന്നു. ഹല്ലേലൂയ. എന്ന് പകരം ഞാനിത് നിങ്ങളുടെ ഉള്ളിലേക്ക് ആത്മാവിൽ എറിയുമ്പോൾ ഞാൻ ആത്മാവിൽ പറയുന്നു, മറഞ്ഞു കിടന്ന രഹസ്യങ്ങളെ ദൈവം റിവീൽ ചെയ്യാൻ പോവുക. വിശ്വാസത്തോടെ പറയണം, മറഞ്ഞു കിടന്ന രഹസ്യങ്ങളെ. ഹല്ലേലൂയ. അത് വെളിപ്പെട്ട് വരുമ്പോൾ ഹല്ലേലൂയ, നോ വൺ ക്യാൻ, ആർക്കും അതിനെ വിശ്വസിക്കാൻ പറ്റാത്തത്. ഹല്ലേലൂയ. ഹബക്കുക്കിന്റെ വാചകങ്ങൾക്കകത്ത് കിടക്കുന്നത് പോലെ ഹല്ലേലൂയ, ആർക്കും ആരോടെങ്കിലും പോയി പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് അതിനെ തുറന്നു കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വിശ്വാസം എന്നൊരു വാക്ക് എനിക്ക് പ്രസംഗിക്കാതെ പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ, നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണ്? ഹല്ലേലൂയ. വചനം വായിക്കുമ്പോഴോ ഒരു ചലനം ഉണ്ടാകുന്നു? നോ. ഹല്ലേലൂയ. ഒരു കാര്യം കേട്ട രണ്ടാമത് സംശയിക്കുന്നതിന് മുമ്പ് അതിനകത്ത് കാല് വെച്ചിരിക്കണം. 24 ഹല്ലേലൂയ, ഈ പറയുന്നത് നിന്റെ അകത്ത് സംഭവിക്കണമെങ്കിൽ ഹല്ലേലൂയ, മുന്നും പിന്നും നോക്കാതെ ചില പുറപ്പാടിന് വേണ്ടി തയ്യാറാകണം. ഹല്ലേലൂയ. ഫറവോൻ ഉണ്ടെന്ന് തടയാൻ, പക്ഷെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തെ നിനക്ക് കാണാമെങ്കിൽ ഫറവോൻ ഹല്ലേലൂയ ഒന്ന് കൈ പോലും അനക്കത്തില്ല. ഹല്ലേലൂയ. വചനം അവിടെ പറയുന്നു, ഇവരവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ മിസ്രൈമിലെ നായ് പോലും ഇവരുടെ നേരെ കുരച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്താണ് കാര്യം? ഹല്ലേലൂയ. അവനെ അടക്കി നിർത്താൻ പരുവത്തിൽ ദൈവം അവന്റെ മേൽ പ്രഹരങ്ങളെ ചെലുത്താൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ പറയുന്നു, മുണ്ടക്കയത്തിന്റെ ഭൂതങ്ങളുടെ മേൽ ആത്മാവ് ശക്തമായി ഇറങ്ങാൻ പോവുക. പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനും തയ്യാറുള്ള ദൈവമക്കൾ എഴുന്നേക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടാ പോയെന്ന് വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ പോക്ക് ദൈവം പറയാണ്, മോശെ, ഞാൻ മറ്റൊരാളെ തെരഞ്ഞെടുക്കത്തില്ല, നീയാ ലൈറ്റ് ആയിരിക്കുന്നത്, നീ ചെല്ലുക. മനസ്സില്ലായ്മയോടെ കണ്ട അത്ഭുതങ്ങൾ, കണ്ണിൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ. ഹല്ലേലൂയ. താൻ ഇന്ന് വരെ കൈ പിടിച്ചിട്ടിരുന്നത് പാമ്പായത് കണ്ടു, അത് ചവിട്ടി കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ, താൻ ഹല്ലേലൂയ തന്റെ സഹോദരനെയും കൂട്ടിക്കൊണ്ട് ഹല്ലേലൂയ സംസാരിക്കാൻ പോകും. ആരോടാ? ഫറവോന്റെ മുമ്പിൽ. ഹല്ലേലൂയ. ഫറവോൻ ആ രാജധാനിയിൽ നിൽക്കുമ്പോൾ രണ്ടുപേരുടെ നടന്നു എന്നിട്ട് ഹല്ലേലൂയ സംസാരിക്കുന്ന സംസാരം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് അവരുടെ ദൈവമായ യഹോവ ഹല്ലേലൂയ എങ്ങോട്ടാ? മരുഭൂമിയിൽ 3 ദിവസം ആരാധിക്കാൻ വിടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ തന്നെ വാക്കുകൾ തെറ്റിയാ വന്നത്. ഇതിനേക്കാളും 1000കണക്കിന് തെറ്റുകളോടെയാണ് മോശ ഫറവോന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കാരണം ഈ മനുഷ്യൻ വെക്കുള്ളവനാ. വിക്കി ആ ദൈവത്തിന്റെ പേര് പോലും പറഞ്ഞ് ഹല്ലേലൂയ ആ വാക്ക് മുഴുവിപ്പിക്കാൻ നോക്കി നിൽക്കാതെ ഫറവോൻ ഇന്ന് ഇരുത്തുന്ന എഴുന്നേറ്റ് പോയി. ആമേൻ. കർത്താവിന്റെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ ആത്മാവിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദൂതുകളല്ല. ഹല്ലേലൂയ. വീണ്ടും ചെന്ന് പറയുമ്പോൾ ദൈവം പറയാണ്, നീ ചെല്ല്, പറ,
നീ പറ, നീ ചെയ്യ്, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. റിസൾട്ട് എന്താണ്? തിരിച്ചിറങ്ങുമ്പോൾ ഹല്ലേലൂയ, ഫറവോൻ വളരെ ഭീതിയിലായി പോയി. മൈൻഡ് ചെയ്യാത്തവൻ ദൈവത്തെ പോലെ മോശയെ കാണാൻ തുടങ്ങി. ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ഇതൊരു ദൂതാ കേട്ടോ, ഇതൊരു ദൂതാ. എന്നോട് പരിശുദ്ധ ആത്മാവ് ശക്തിയോടെ പറയുന്നു, ഹല്ലേലൂയ, മരണങ്ങളെ പൊട്ടിക്കുന്ന മാസങ്ങളാണിത്. എന്നോട് ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു, മരണങ്ങളെ പൊട്ടിക്കുന്ന മാസങ്ങൾക്കകത്ത് നിങ്ങൾ കയറും. നീ കയറുന്ന വീടുകൾക്കകത്ത് മരണങ്ങൾ പൊട്ടും. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് മരണങ്ങൾ അഴിഞ്ഞു മാറും. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് രോഗങ്ങൾ ഓടിപ്പോകും. ഒരു മരണദൂതാണ്. ഇറ്റലിയിലേക്ക് പോകാൻ, റോമിലേക്ക് പോകാൻ പൗലോസ് ഒരുങ്ങുമ്പോൾ തൻ്റെ കാതുകളിൽ കേൾക്കുന്ന പ്രവാചകൻ ഉൾപ്പെടെ, തൻ്റെ കൂടെ നിൽക്കുന്നവരുൾപ്പെടെ തൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നത് മരണക്കുറിച്ച് ദൂതാണ്. ഏറ്റവും എൻഡ്, അപ്പോസ്തല പ്രവൃത്തിയുടെ ഏറ്റവും എൻഡ്, അവസാനത്തെ ഉണർവ് മെലീത്തയിൽ ഉണർവാ. മെലീത്തയിൽ ഉണർവ് എന്ന് പറഞ്ഞാട്ടെ, മെലീത്തയിൽ ഉണർവ്. ഉണർവുകൾ സംഭവിക്കട്ടെ. കയ്യിലുണ്ടായിരുന്ന സകല നന്മകളും, കയ്യിലുണ്ടായിരുന്ന കപ്പൽ ഉൾപ്പെടെ തകർന്നാണ് ഇവര് മെലീത്ത കയറുന്നത് എന്ന് പറഞ്ഞ് ഉണർവില്ലാതിരുന്നില്ല. ഉണർവ് അവിടെ ഉണ്ടായി. എന്നോട് ആത്മാവ് അങ്ങനെ പറയുന്നു, കയ്യിൽ വല്ലതും ഉണ്ടോന്ന് നോക്കിയിട്ട് ഉണർവിന് വേണ്ടി നിൽക്കരുത്. ഹല്ലേലൂയ. നിന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, അവൻ അവന്റെ പ്രവൃത്തി ചെയ്യും. ഹല്ലേലൂയ. അവിടെ നടന്ന ഉണർവാണ് അടുത്ത കപ്പൽ. അവിടെ നടന്ന ഉണർവാണ് അവരുടെ മുമ്പിലുള്ള എല്ലാ സമ്മാനങ്ങളും. ഒന്ന് കൈ ഉയർത്തി പിടിച്ചാട്ടെ. ദൈവം താലാണ് വെളിപ്പെടുന്നത്, ഉണർവിനാലെല്ലാം വെളിപ്പെടുന്നത്. പറ, ഉണർവിനാലെല്ലാം വെളിപ്പെട്ടോളും. വീട്ടിലെ സാധനങ്ങൾ എല്ലാം വെളിപ്പെട്ടോളും, എല്ലാം വെളിപ്പെട്ടോളും. ഒന്നുകൂടെ പറ, എല്ലാം വെളിപ്പെട്ടോളും. ഇത് വെളിപ്പെടുത്തലിന്റെ മാസമാണ്, വെളിപ്പെടലിന്റെ വർഷമാണ്. എല്ലാം ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. എന്ന് പറ, ആത്മാവിന് പറ. ഈ ആഴ്ച എല്ലാ ദിവസവും രാവിലെ എന്ന് പറയണം, മർമ്മം, രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്താൻ പോകും. എന്നെ പരിശുദ്ധാത്മാവ് ആദ്യത്തെ ദൂതിലേക്ക് വീണ്ടും കൊണ്ടുപോകുന്നു. ദർശനം പറയുക കേട്ടോ. ഇന്ന് ഉച്ച കഴിഞ്ഞ് പോയി എഴുതിക്കോണം. ഇന്ന് ഉച്ച കഴിഞ്ഞ് ദർശനം അറിയത്തില്ലെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കി പോയി എഴുതിക്കോണം. കൊച്ചു പയ്യനാ, 17 വയസ്സ് തികഞ്ഞു വരുന്നേ ഉള്ളു. ഇവന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പ ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? ഞങ്ങളെല്ലാരും കൂടെ വയലിൽ നിൽക്കുകയായിരുന്നു. എന്റെ കറ്റ മാത്രം നിവർന്ന് നിൽക്കും. നിങ്ങളുടെ എല്ലാവരുടെയും കറ്റ. മോനടാ ഞാനും ഉണ്ടോ? അതെ. അപ്പന്റെ കറ്റ വീണ് കിടക്കുക, എന്റെ കറ്റ നിവർന്ന് നിൽക്കുന്നത്. അപ്പം മിണ്ടാതിരുന്ന്. ഇവൻ മിണ്ടാതിരിക്കട്ടെ. ഇവൻ പോയി ചേട്ടന്മാരോടും പറയാ, ചേട്ടാ രൂപനെ, ഹല്ലേലൂയ, ഞാനൊരു സ്വപ്നം കണ്ട്. എന്താ സ്വപ്നം? നമ്മളെല്ലാം കൂടെ വയലിൽ നിൽക്കുകയായിരുന്നു. നമ്മളെല്ലാം കൂടെ വയലിൽ കൊയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു. എനിക്ക് മനസ്സിലായി അത് എന്റെ കറ്റയാണെന്ന്. അപ്പൊ ഞങ്ങളുടെ കറ്റയ്ക്കോ? നിങ്ങളുടെ കറ്റയെല്ലാം വീണ് കിടക്കായിരുന്നു. ഇവനിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പറയുന്നവനെ കൊണ്ട് ദൈവം പറയിപ്പിക്കും. ഹല്ലേലൂയ. മിസ്രൈമിന്റെ ഭരണകർത്താവായി യോസഫ് മാറുമ്പം വീണ് കിടന്ന കറ്റയെല്ലാം വണ്ടി പിടിച്ച് ചെല്ലുന്നുണ്ട്, ഇല്ലേ? വീണ് കിടന്ന, നിങ്ങൾ അതിനെ എങ്ങനെയാ കേട്ട് മനസ്സിലായില്ല. വീണ് കിടന്ന കറ്റ വണ്ടി പിടിച്ച് ചെല്ലുക, ചാക്കുമായിട്ട് ചെല്ലുക. ചാക്കി കയറ്റി വിട്ടവനെ ചാക്കി കയറ്റി വിട്ടു. ഞാൻ ആ ചെറുപ്പത്തിലൊക്കെ കണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, മിഥ്യാന കച്ചവടക്കാർക്ക് എങ്ങനെയായിരിക്കും കൊടുത്തത്? നമ്മൾ ഈ ചെറുപ്പത്തിലെ ചാക്കി പിടിച്ചോണ്ട് പോകുന്നൊക്കെയല്ലേ പിള്ളേരെ കിടക്കാർ വന്ന് ചാക്കി പിടിച്ചോണ്ട് പോകുന്നൊക്കെയല്ലേ കേട്ടേക്കുന്നത്. അപ്പൊ ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്, അപ്പം കാണാതിരിക്കാൻ വേണ്ടി ചെറുക്കൻ്റെ ഉടുപ്പെല്ലാം പിടിച്ച് കയറിയിട്ട് ചാക്കി കയറ്റി കൊണ്ടുപോയി. ഞാൻ അങ്ങനെ ആ നിഷ്കളങ്കതയോടെ പറയാണ്, അങ്ങനെ ചാക്കി കയറ്റി വിട്ടവന്റെ പുറകെ ചാക്കുമായിട്ട് ചെല്ലേണ്ടി വന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ചിലത് സംഭവിക്കാൻ പോവാട്ടോ. നീതിയോടെ ദൈവം ചിലതിനെ നിവർത്തിക്കുന്ന സമയമുണ്ട്. ഹല്ലേലൂയ. ദർശനം പറയാൻ തയ്യാറാണെങ്കിൽ ദൈവം വെളിപ്പെടുത്തും. ദർശനം പറഞ്ഞവിടത്തെല്ലാം
എന്തോ കിട്ടിയേ? ഏറ് കിട്ടി, കല്ലേറ് കിട്ടി, എല്ലാം. പ്രയാസങ്ങളുണ്ടോ? ഇഷ്ടം പോലെ പ്രയാസങ്ങളുണ്ടോ? പേരുദോഷമുണ്ടോ? ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ യോസഫിന്റെ പേരുദോഷം ഒന്നും മാറിയിട്ടില്ല. നമ്മക്കാ മാറിയത്, നമ്മളാ അറിഞ്ഞത്. അല്ലല്ലോ, മോശ എഴുതി തന്ന്. ഏതാ മോശ എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചേ? മോശയ്ക്ക് ദൈവം, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, മോശനെ വിളിച്ച് പർവ്വതത്തിലേക്ക് കൊണ്ടുപോയിട്ട് ന്യായപ്രമാണം പറഞ്ഞു കൊടുക്കുന്നൂടെ എഴുതി. ഞാനൊരു കഥ പറഞ്ഞു തരാം. ആ കഥയ്ക്കകത്ത് ഇതുവരെ വില്ലൻ, ഇതുവരെ എന്താ ഇരയായവളായിരുന്നു വില്ലത്തി. അന്ന് വരെ മിസ്രൈമിലെ ഭരണകർത്താവായി യോസഫ് കയറുമ്പോഴും യോസഫിന്റെ പേരിൽ ഒരു പേരുദോഷം കിടപ്പുണ്ട്. എന്നാ പേരുദോഷം? ഇവൻ ആ പെണ്ണുപിടിയെന്നാണെന്ന്. ആ പേരുദോഷം മാറിയോ? പക്ഷെ മാറാൻ നിൽക്കുമ്പോഴും മിണ്ടാതാക്കാൻ ദൈവത്തിന് പറ്റും. ആമേൻ. അല്ലേ? ഈ ഭറവോനെക്കാളും ഒപ്പത്തിൽ അല്ലെങ്കിൽ മിസ്രൈമിലെ ഭറവോന്റെ ഒപ്പത്തിൽ ഒരു ചെയർ, ഒരു സിംഹാസനം വന്നു കഴിയുമ്പോ പിന്നെ ആരാ അവനെ പറ്റി പേരുദോഷം പറയുന്നത്? ദൈവം മിണ്ടിയില്ല. അതുവരെ ദൈവം മിണ്ടിയോ? മിണ്ടിയില്ല. അവനെ പോലൊരു സൽഗുണൻ ഉണ്ടായിരുന്നിട്ട്, പേരുദോഷം ഇല്ലാതിരുന്നിട്ടും പേരുദോഷത്തോടെ തന്നെയാണ് രാജാവിന്റെ പദവിയിലേക്ക് അല്ലെങ്കിൽ മിസ്രൈമിലെ ഭരണകർത്താവായി വന്നത്. ദൈവത്തിന് പറയാനുണ്ട്, എനിക്ക് ആത്മാവിൽ പറയാണ്, എല്ലാ പേരുദോഷങ്ങളൊക്കെ ദൈവം തൂത്തുകളയും. ഹല്ലേലൂയ. ആർക്കും വായെടുത്തിട്ട് ഇനി അത് പറയാൻ പറ്റാത്ത ഉയർച്ചയിലേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു. ആമേൻ. ഞാൻ ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് ഇമോഷണലി ഈ ക്യാരക്ടറുകളെ ചിന്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ കഷ്ടമാണല്ലോ കർത്താവേ, അത് ബുദ്ധിമുട്ടാണല്ലോ കർത്താവ്. നിങ്ങളും അങ്ങനെ പറയത്തില്ലേ? പക്ഷെ പിന്നീട് എനിക്ക് ഈ ചരിത്രത്തെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഈ കഷ്ടതയുടെ കാലഘട്ടം ഇങ്ങനെ നീട്ടി എഴുതിയേക്കുക. വീട് മുതൽ കാരാഗ്രഹം വരെയുള്ള കാലഘട്ടം നീട്ടി എഴുതിയിരിക്കുകയാണ്. ഭരണകർത്താവായ കാര്യം ചുരുക്കത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മന്ത്രിമാരുടെ എണ്ണത്തിൽ ആരുണ്ട്? യോസഫും ഉണ്ട്. ആമേൻ. അതങ്ങനെ ചുരുക്കി എഴുതി. ആമേൻ. ഹല്ലേലൂയ. അതാരും അറിയണ്ടെന്ന് വിചാരിച്ചു. ആമേൻ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവം പ്രവർത്തിക്കാൻ പോകുക? ഹല്ലേലൂയ. പിന്നീട് മോശ വന്നപ്പോഴാണ് മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി. അവിടെ അവനായിരുന്നില്ല, വില്ലത്തി വേറെയാണ്, അവളാണ് കയറി. ആമേൻ. ഞാൻ ആ ഭാഗം വിടുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുക, ദൈവം ചിലതിനെ വെളിപ്പെടുത്താൻ പോവുക. ഇപ്പോൾ എന്ന വിഷയം പ്രസംഗിക്കാതെ പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ എന്ന വാക്കിന്റെ അർത്ഥം പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നത് ഇപ്പോൾ വെളിപ്പെടുന്നു. ഇപ്പോൾ എന്ന വാക്കിന്റെ അർത്ഥം ആഫ്റ്റർ ക്രൂസിഫിക്കേഷൻ എന്ന യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാന ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ എന്ന വാക്ക്. പുതിയ നിയമത്തിൽ പല ഭാഗങ്ങൾക്കകത്ത് ഇപ്പോൾ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ബൈബിളിനകത്ത് നിങ്ങൾ പുതിയ നിയമത്തിൽ ഇപ്പോൾ എന്ന വാക്ക് കണ്ടാൽ അതിൻ്റെ അർത്ഥം പൗലോസ് പറഞ്ഞ കാലഘട്ടമെന്നോ നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന കാലഘട്ടമെന്നല്ല, യേശു ക്രിസ്തുവിന്റെ കാൽവറി കുരിശിന് ശേഷം. ആമേൻ. ഹല്ലേലൂയ. ഒന്നും അടഞ്ഞിരിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചകൾ പറഞ്ഞ ദൂതൊന്നും ആവർത്തിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗം നിർത്താം. ഹല്ലേലൂയ. ഈ പഴയ നിയമത്തിൽ ആയിരുന്ന വിശ്വാസ വീരന്മാർ വിശ്വാസത്താൽ അവരുടെ വാഗ്ദത്തങ്ങളെ നിവർത്തീകരിച്ചിട്ടും, ഹല്ലേലൂയ, ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊന്ന് കഴിഞ്ഞ മാസത്തിൽ പറഞ്ഞൊരു ദൂതുണ്ട്. ഹല്ലേലൂയ. അവർ വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചില്ല. അവരെല്ലാം വന്നപ്പോൾ അവരോട് പറഞ്ഞ കാര്യം, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ വന്നപ്പോൾ നേരെ പറയാണ്, യു ആർ ഓൾറെഡി ബ്ലസ്ഡ്, യു ആർ ഓൾറെഡി ചൂസൺ. നീ ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, നീ ഓൾറെഡി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എഫെസ്യ ലേഖനം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, നീ ഓൾറെഡി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇതിനകത്തെ മിസ്റ്ററി? ഇതിനകത്തെ മിസ്റ്ററി ക്രൈസ്റ്റ് ക്രൂസിഫൈഡ് ആയി. ഹല്ലേലൂയ. ദൈവാത്മാവ് നമ്മളോട് ഇന്ന് പകല് പറയുന്നു, ഹല്ലേലൂയ,
യേശുക്രിസ്തുവിന്റെ കാൽവറി കുരിശിന് ശേഷം സഭ വെളിപ്പെട്ടേ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഈ മർമ്മം എനിക്ക് വെളിവായി വന്നു എന്ന്, ഞാൻ ആ ഭാഗം തൊട്ടു പോകാൻ താല്പര്യപ്പെടുന്നു. ഈ മർമ്മം എനിക്ക് വെളിവായി വന്നു എന്ന് പൗലോസ് പറഞ്ഞുകൊണ്ട് ആദ്യം എടുത്തു വെക്കുന്ന ദൂത്, ജാതികൾ സുവിശേഷത്താൽ പിടിക്കപ്പെടുന്നു. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇത് കിട്ടാത്തതുകൊണ്ടാ ഞാൻ ആത്മാവിൽ പറയാം. ഹല്ലേലൂയ. സഭയാണ് മർമ്മം, സഭയാണ് മർമ്മം. ഇനി സഭയ്ക്കകത്തുള്ളതാ, അതിന്റെ മഹിമാതനമുണ്ട്, അടുത്ത ആഴ്ച പറയാം. ഹല്ലേലൂയ. സഭയാണ് മർമ്മം, സഭയാണ് രഹസ്യം. സഭ പുറത്തു വരണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ടത് ജാതികൾ പിടിക്കപ്പെടണം. ഞാൻ ആത്മാവിൽ മുണ്ടക്കത്തെ നോക്കി പ്രവചിക്കുകയാണ്, ജാതികളുടെ മേൽ സുവിശേഷത്തിന്റെ ശക്തിയാൽ ഒരു കടന്നുകയറ്റം ഉണ്ടാകാൻ പോവുകയാണ്. കരം അടിച്ച ദൂതിനെ ഏറ്റെടുത്തു. ഞാൻ നിർത്തുകയാണ്. യേശുക്രിസ്തുവിന്റെ കാൽവറി കുരിശിന് ശേഷം യേശുക്രിസ്തുവിനാൽ വന്ന സുവിശേഷത്താൽ ജാതികൾ പിടിക്കപ്പെടുന്നു എന്നുള്ള മർമ്മം ഈ പട്ടണങ്ങൾക്കകത്ത് നിറവേറും. യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും പാർക്കുന്ന യഹൂദന്മാരുടെ ഇടയിൽ, ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന യഹൂദന്മാരുടെ ഇടയിൽ മാത്രം സുവിശേഷത്തിന്റെ വാക്കുകൊണ്ട് അപ്പോസ്തലന്മാർ കടന്ന് കറങ്ങുമ്പോൾ, ഹല്ലേലൂയ, ജാതികൾക്ക് വേണ്ടി യെരൂശലേമിൽ നിന്ന് ഒരു മനുഷ്യനെ ദൈവം പൊക്കുകയാണ്. ഹല്ലേലൂയ. അവൻ അറേബ്യൻ മരുഭൂമിയിൽ പോയിരുന്നപ്പോൾ ദൈവം അവന് വെളിപ്പാട് കൊടുത്തു. നീ യഹൂദന്മാരുടെ ഇടയിലേക്കല്ല, സുന്നകദോസുകളിലേക്കല്ല, യെരൂശലേമിലെ ദേവാലയങ്ങൾക്കകത്തേക്കല്ല പോകണ്ടേ, നീ ജാതീയ പട്ടണങ്ങൾക്കകത്തേക്ക് നോക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹബക്കുക്കിനോടുള്ള പ്രവചനത്തിനകത്ത് കടക്കുന്ന ആ വെളിപ്പെടുത്തലിതാ, നീ ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കണം, ഞാൻ അവരുടെ ഇടയിൽ നിനക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യാൻ പോവുക. രണ്ടുകൂടെ ഞാൻ ഒരുമിച്ച് അവസാനിപ്പിക്കുന്നു. ഇനി ജാതികൾക്കിടയിൽ ഒരു ഉണർവ് സംഭവിക്കാൻ പോകുന്നു. ഒന്നടിച്ച് കൈയടിച്ച് അതിനെ ദൂതിനെ സ്വീകരിച്ചാട്ടെ. ഞാൻ നിർത്തുക. ആത്മാവിൽ പറയുന്നു, നിങ്ങൾ കാണാത്ത രീതിയിൽ ജാതികൾക്കകത്തുനിന്ന് ആത്മാവിൽ ഒരു ഒഴുക്ക് സംഭവിക്കാൻ പോവുകയാണ്. കൈ ഉയർത്തി ആത്മാവിൽ കൈ ഉയർത്തി അതിനെ പറഞ്ഞാട്ടെ. 4 ദിക്കുകൾക്കകത്തേക്ക് ഈ ദൂതിനെ ഒന്ന് പറഞ്ഞയച്ചാട്ടെ. സുവിശേഷത്താൽ ജാതികൾ പിടിക്കപ്പെടുന്നു. എഴുന്നേക്ക്, ആത്മാവിൽ എഴുന്നേക്ക്. ആത്മാവിൽ എഴുന്നേറ്റിട്ട് പറ, ജാതികൾ സുവിശേഷത്താൽ പിടിക്കപ്പെടുന്നു. സുവിശേഷം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ആ നല്ല വാർത്ത എന്ന് പറയുന്നത് സുവിശേഷം ശക്തിയോടെ വരുന്നതാണ്. ആ സുവിശേഷത്തിന്റെ മുമ്പിൽ വിശ്വസിക്കപ്പെടുന്ന ഒരുവന് തടഞ്ഞു നിർത്താത്ത രീതിയിൽ ഒരു തുറന്നു വരവിലുണ്ടായിരിക്കും. ആത്മാവിൽ പറ. 4 ദിക്കുകളെ നോക്കി ആത്മാവിൽ പറഞ്ഞ കർത്താവെ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പട്ടണങ്ങൾക്കകത്ത് അടഞ്ഞു കിടന്ന് തുറന്നു വരാൻ പോവുകയാണ്. പട്ടണങ്ങൾക്കകത്ത് അടഞ്ഞു കിടന്ന് തുറന്നു വരാൻ പോവുകയാണ്. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, പട്ടണങ്ങൾക്കകത്ത് അടഞ്ഞു കിടന്ന് തുറന്നു വരാൻ പോവുകയാണ്. മുണ്ടക്കയത്തിന്റെ ഗ്രാമങ്ങൾ ഒഴുകട്ടെ യേശുവിന്റെ നാമത്തിൽ. മിറക്കിളിലേക്ക് ഒഴുകട്ടെ യേശുവിന്റെ കമോൺ എന്ന് 2 നിമിഷങ്ങൾ ശക്തിയോടെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ഇതൊരു സുവിശേഷീകരണത്തിന്റെ സാധ്യതകളെ കൊണ്ടുവരുന്നു. നിന്റെ നാവ് യേശുവിനെ പറയണം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നു, നിന്റെ കൂട്ടുകാരോട് യേശുവിനെ പറയണം. ഹല്ലേലൂയ. സഹോദരിമാരോട് പറയുന്നു, നിങ്ങൾ യേശുവിനെ വെളിപ്പെടുത്തണം. നിനക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് യേശു എന്ന് പറയുന്നത്. നിന്റെ പറച്ചിലിനകത്ത് സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. ആരാണ് എന്ന് ഈ പകൽ ദൈവം ചോദിക്കുന്നില്ല. ആരെനിക്ക് വേണ്ടി പോകും, ആരെനിക്ക് വേണ്ടി നിൽക്കും, ആരെന്നെ വെളിപ്പെടുത്തും, ആരെനിക്ക് വേണ്ടി സംസാരിക്കും, ആരെന്നെ പ്രസംഗിക്കും, ആരെന്നെ വെളിപ്പെടുത്തും. ഇന്ന് പകല് 12 പേര് തയ്യാറാകാത്തപ്പോൾ, യെരൂശലേമിലും യഹൂദയിലും ഒതുങ്ങുമ്പോൾ, പട്ടണങ്ങൾക്കകത്തേക്ക്, ഹല്ലേലൂയ, ജാതീയ കോട്ടകൾക്കകത്തേക്ക് വെളിപ്പെട്ട മർമ്മത്തോടെ പുറത്തു വന്നെങ്കിൽ ഈ പകല് വിശ്വാസത്തോടെ വിളിച്ചു പറ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക. 1, 2, 3, 4 എന്ന് പറയുന്ന സുവിശേഷ ഘോഷണ യാത്രകൾക്കകത്ത് പൗലോസ് പറയുന്ന വെളിപ്പെടുത്തലുകളുണ്ട്. ഞാൻ ഇറങ്ങി നിൽക്കുമ്പോൾ ചില പട്ടണങ്ങൾക്കകത്ത്, ചില കുടുംബങ്ങൾക്കകത്ത് വിശ്വാസത്തിന്റെ വാതിലുകൾ തുറക്കുന്നത് ഞാൻ കണ്ടു. ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, ഈ പട്ടണങ്ങൾക്കകത്ത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വാക്കിന് മുമ്പിൽ വിശ്വാസത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. വാദോരാത വാക്കുകളെ നിങ്ങളുടെ മുമ്പിലേക്ക് വിശ്വാസത്താൽ വിളിച്ചറിയുന്നത് എൻ്റെ ആരോഗ്യം കൊണ്ടല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല. ഇത് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലേലും ഈ പട്ടണത്തെ ദൈവം കുലുക്കാൻ പോവുക.
അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ കുറച്ചു പേരെ വേണം. തയ്യാറാണോ ഈ പകൽ? അതിനുവേണ്ടി സുവിശേഷം പറയാൻ കുറച്ചു പേരെ വേണം. തയ്യാറാണോ? ഹല്ലേലൂയ. മടിച്ചു നിൽക്കാൻ അപ്പോസ്തലന്മാരുണ്ട്. പക്ഷെ ദൈവം ഒരുത്തനെ പുറത്തിറക്കും. ഇപ്പൊ പുറത്തിറങ്ങേണ്ട വർഷമാണ്. പുറത്തിറങ്ങേണ്ട വർഷമാണ്. ദൂതുവായി വരുന്ന 3 ദൂതന്മാർ അബ്രഹാമിന്റെ വീട്ടിൽ ദൂത് പറഞ്ഞിട്ട് ഒരാള് അവിടെ നിൽക്കുമ്പോൾ 2 ദൂതന്മാർ ലോത്തിന്റെ വീട്ടിലേക്ക് പോകുക. ഒരെണ്ണം അനുഗ്രഹത്തിന്റെ ദൂത, ഒരെണ്ണം ശാപത്തിന്റെ ദൂത. രണ്ടും ആ പട്ടണങ്ങളെ വഹിച്ചുള്ള ദൂതാണ്. ഒന്നാമത്തെ ദൂത്, അബ്രഹാമേ, നിന്നെ ഈ പട്ടണത്തിന് മുമ്പിൽ ഞാൻ മാനിക്കാൻ പോകുക. ലോത്തിനുള്ള ദൂത്, നീ ഈ പട്ടണത്തിൽ നിന്ന് ഓടിപ്പൊക്കോണം, ഈ പട്ടണത്തിൽ ഞാൻ നശിപ്പിക്കാൻ പോവുക. ഈ രണ്ടും ഒരുപോലെ ഞാൻ പറയുന്നു, നിങ്ങൾ ആത്മാവിൽ എഴുന്നേൽക്കാൻ തയ്യാറാകുക. ചില കുടുംബങ്ങൾക്കൊക്കെ ന്യായവിധിയുടെ ദൂത് നിന്നിലൂടെ പറയാൻ കർത്താവ് അനുവദിക്കും. പക്ഷേ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറാകുന്ന കുടുംബങ്ങൾ യേശുവിനെ കണ്ടെത്തും. ചില കുടുംബങ്ങൾക്കൊക്കെ അനുഗ്രഹത്തിന്റെ ദൂത് നിങ്ങൾക്ക് പറയാൻ ദൈവം അയക്കും. എന്നോട് അങ്ങനെ പറയുന്നു, നീ ഈ മാസങ്ങളിൽ ഈ ഒരു മാസങ്ങളിൽ ദൈവം തന്നെ ചില കുടുംബങ്ങൾക്കകത്തേക്ക് അയക്കാൻ പോവുക. കുടുംബങ്ങൾക്കകത്തേക്ക് അയക്കാൻ പോവുക. സ്വീകരിക്കാൻ പറ്റുമോ? ഒരുമിച്ച് ഒരു നിമിഷം കണ്ണുകളടച്ചാട്ടെ. നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. കേൾക്കപ്പെട്ട ആലോചനയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. മറഞ്ഞു കിടന്നതിനെ വെളിപ്പെടുത്തുന്ന ദൈവമാകയാൽ സ്തോത്രം.